കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ എല്ലാവരുടെയും ജനഹൃദയങ്ങൾ വളരെ നിറഞ്ഞു കവിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഈയിടെ അന്തരിച്ച അച്യുതാനന്ദൻ. അപ്പം അദ്ദേഹത്തെപ്പറ്റി ഈ പറയാമെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റാത്തത്തോളം വിവിധ മേഖലകൾ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ മേഖലകളൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ നമുക്ക് കഴിയില്ല. അത്രത്തോളം മേഖലകളിൽ സ്വന്തം വ്യക്തിത്വം എടുത്ത് പ്രകടിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. അപ്പം ഞാനിപ്പോൾ പറയുന്നത് ഞാനൊരു ലോഹ്യാനുകൂല സോഷ്യലിസ്റ്റാണ്. അപ്പം എൻ്റെ ലോഹ്യാനുകൂല സോഷ്യലിസ്റ്റ് എങ്ങനെയാണ് അച്യുതാനന്ദനെ നോക്കിക്കാണുന്നത് എന്ന തരത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അത് വലിയ അതിന് ചില പരിമിതികളുണ്ടാവും സംസാരിക്കാം. അതായത് ഇദ്ദേഹത്തെപ്പറ്റി പറയുന്നത് വെച്ചാൽ ഇദ്ദേഹം ആദ്യത്തെ ജീവചരിത്രം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ, ഇയാളെ ആലപ്പുഴ ഒരു കയർ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കൃഷ്ണപിള്ള ഇദ്ദേഹത്തിന് വരികയും അദ്ദേഹത്തെ സ്വാധീനിക്കുകയും ചെയ്തത്. കൃഷ്ണപിള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ കോഴിക്കോട് തന്നെയാണ് അയാളെ പ്രവർത്തനം ആരംഭിച്ച് നമ്മുടെ തിരുവനന്തപുരം കൊട്ടമ്പലിലൊക്കെ സമരം നടത്തിയിട്ട് വന്ന് അങ്ങനെ ഫാക്ടറി തൊഴിലാളികളാണ് വിപ്ലവത്തിന് മുന്നണി പടയാളികൾ എന്ന ആശയമൊക്കെ വഴി സോവിയറ്റ് റവല്യൂഷൻ വിപ്ലവത്തിൻ്റെ സ്വാധീനത്തിലൊക്കെ കൊണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ആ കാലഘട്ടത്തിൽ ആ സാധനത്തിൽ അകപ്പെട്ടിരുന്നല്ലോ. അങ്ങനെ കൃഷ്ണപിള്ള കഴിഞ്ഞിട്ട് അച്യുതാനന്ദനെ ബന്ധപ്പെടുകയും അച്യുതാനന്ദൻ ആ കായ് ഫാക്ടറിയിലെ ട്രേഡ് യൂണിയൻ രംഗത്ത് ആദ്യമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്നും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് ഇവിടെയിലെ ആലപ്പുഴയിലെ കയർ മേഖലയിൽ ആലപ്പുഴയിലെ കാർഷിക തൊഴിലാളി മേഖലയാണ്. അങ്ങനെ കാർഷിക തൊഴിലാളി അച്യുതാനന്ദൻ പോവുകയും ചെയ്യും, പ്രവർത്തിക്കുകയും ചെയ്തു. അവിടുത്തെ കാർഷിക തൊഴിലാളികൾക്ക് വളരെയേറെ കുറഞ്ഞ സാമ്പത്തിക സ്ഥിതി വേതനം ഉണ്ടായിരുന്ന കാർഷിക തൊഴിലാളികൾക്ക് കൂടുതൽ വേതനം കിട്ടാനുള്ള പരിപാടികളായി ആസൂത്രണം ചെയ്തു, സമരം സംഘടിപ്പിച്ചു. അപ്പം അങ്ങനെ അത് മുന്നോട്ട് പോയി. അപ്പോൾ അങ്ങനെ ആയിരിക്കെ ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഒരു കാര്യം പറഞ്ഞാൽ ഏത് വിഷയത്തിനും ഒരു സാമ്പത്തിക വശമുണ്ട്, അതായത് ജനറൽ വശമുണ്ട്. സോഷ്യലിസ്റ്റുകളെ അഭിപ്രായത്തിൽ പറയുകയാണ് ഈ സാമ്പത്തിക വശം അച്യുതാനന്ദൻ സമരത്തിലൂടെ ഉണ്ടായി. ജനറൽ വശം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിത് കൃഷിയാണല്ലോ, കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പാദനം അവർക്ക് ഇവർക്ക് മാത്രമല്ലല്ലോ, നമ്മളെല്ലാ ജനങ്ങൾക്കും കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പാദനം ഉപയോഗിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് എത്രത്തോളം നമ്മളെ കാർഷിക രംഗത്തെ മെച്ചപ്പെടുത്താൻ ഇദ്ദേഹത്തിന് സമരം ഗുണപ്രദമായി എന്നൊന്നും ആലോചിച്ചിട്ട് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് എത്രത്തോളം അത് നമ്മുടെ കേരളത്തിലെ കാർഷിക വ്യവസ്ഥയ്ക്ക് ഇത്തരത്തിലുള്ള സമരങ്ങൾ ഇത്തരത്തിലുള്ള ഗുണപ്രദമായി നിന്ന് ചിന്തിക്കണം. അതായത് അതേസമയം ഈ മാർഷായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ഫാക്ടറി തൊഴിലാണ് ഇപ്പോഴത്തെ മുന്നേറ്റത്തിന് ആശയമായി ബന്ധപ്പെട്ട ആൾ വന്നെന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഈ കാറൽ മാർക്സ് ഈ കർഷകന്മാരുടെ പ്രശ്നം അത്ര ഉൾക്കൊണ്ടില്ല. കാരണം അവിടെ കാർഷിക വൃത്തി കുറവാണല്ലോ. അദ്ദേഹം പറഞ്ഞത് ഈ കർഷകന്മാരെന്ന് പറഞ്ഞാൽ ഈ ചാക്കിൻ്റെ അകത്ത് കിട്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് പോലെയാണ്. പക്ഷേ സാമൂഹ്യവൽക്കരിക്കപ്പെടുക വിഷമാണ്. അവരെ ഒത്തുകൂട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വിപ്ലവത്തിന് വേണ്ടി സ്വാതന്ത്ര്യം എന്ന അഭിപ്രായം എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ സോവിയറ്റ് യൂണിയനിൽ ഈ വിപ്ലവം കർഷകർക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാർഷിക രാജ്യമായ സോവിയറ്റ് യൂണിയനിൽ വിപ്ലവത്തിൽ കർഷകർക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ മാർക്സും ലെനിനും വന്നത്. അതായത് കർഷകർക്കുള്ള പ്രാധാന്യം കൂടി കൊടുത്തുകൊണ്ടുള്ള ഒരു ആശയം വന്നത്. അപ്പോൾ അങ്ങനെ കർഷകർക്ക് പ്രാധാന്യം അങ്ങനെ കിട്ടുന്നത്. പക്ഷേ അങ്ങനെ കർഷകർക്ക് പ്രാധാന്യം കിട്ടിയെങ്കിലും ഈ കർഷക തൊഴിലാളികൾക്ക് ഈ പ്രാധാന്യമുണ്ടോ ഇല്ലത് എനിക്കറിയില്ല. ഞാൻ അത്രത്തോളം പഠിച്ചില്ല. കർഷകർക്കുള്ള പ്രാധാന്യം ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഏതായാലും കർഷക തൊഴിലാളികളാണ് അച്യുതാനന്ദൻ സംഘടിപ്പിച്ചത്. അപ്പോൾ അത് ഈ കർഷക തൊഴിലാളിയും സംഘർഷം വരുമ്പോൾ എന്താണെന്ന് അറിയില്ല. ഏതായാലും ഞാനിപ്പോൾ അതിന് സംബന്ധമായിട്ട് കർഷകരെ കാര്യം, കേരളത്തിലെ കർഷകരുടെ കാര്യം എന്താണ് എന്നതിനെ പറ്റിയിട്ട് അതിൻ്റെ സ്ഥിതി എന്താണ്, കർഷകർക്ക് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുമായിട്ട് സഹായത്തിക്കുന്നതിന് ഇയാളുണ്ടല്ലോ, ഇയാൾ തോമസ് ഐസക്ക് ഒരു ശാസ്ത്ര സാഹിത്യ പക്ഷത്തിൻ്റെ ഒരു പരിപാടിയിൽ ഇയാൾ പ്രസംഗിക്കുകയാണ്. അതായത് പൊതു ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം എന്നീ മേഖലകൾ വലിയ മേഖലകൾ ഇത് വലിയ 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 ഗുണഫലങ്ങൾ ഉണ്ടാക്കി. എന്തായാലും അധികാര വിതരണം ഉണ്ടാക്കി. എന്നാൽ കാർഷിക മേഖലയിൽ ഈ നയങ്ങൾ കാരണമുണ്ടായ തിരിച്ചടി ഫലപ്രദമായി നേരിടാനായിട്ടില്ലെന്നും അദ്ദേഹം ഈ പറഞ്ഞു. അതായത് ഇവരെ സെൻസസ് നടത്തിയാണ് പക്ഷത്തെ ഓരോ ചെയ്ത് നമ്മൾ അധികാര വികേന്ദ്രീകരണം നടത്തിയില്ല. അവരെ തോമസ് ഐസക്കിലെ ഒരു ആൾക്കാരല്ലേ. അപ്പോൾ അധികാര വികേന്ദ്രം നടത്തിയപ്പോൾ നിങ്ങൾ അധികാര വികേന്ദ്രം വന്ന സമയത്ത് നമ്മളെല്ലാം ആഗോളതലത്തിൽ ചെറുത്ത് നിൽക്കാൻ അധികാര വികേന്ദ്രീകരണം കാരണമായിട്ടെന്നാണ് തോമസ് ഐസക്ക് പറയുന്നത്. ശരിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പക്ഷേ അധികാര വികേന്ദ്രീകരണ ആശയം തോമസ് ഐസക്കിൻ്റെ അല്ല, അത് ചരിത്രപര എന്ന് പറഞ്ഞ സോഷ്യലിസ്റ്റ് ആശയമാണ്. അത് ആദ്യമായി നടപ്പാക്കി കേരളത്തിലുമല്ല. അതായത് കർണാടകയിൽ നസീർ സാഹിബിൻ്റെ രാമകൃഷ്ണ ഘട്ടത്തിലെ നസീർ സാഹിബാണ് ആദ്യം നടപ്പാക്കി. എന്താട്ടെ. അപ്പോൾ ഈ കാർഷിക രംഗത്ത് പിന്നോക്കായി പോയി എന്ന ആളാണ് ഇയാൾ തോമസ് ഐസക്കിനെ പറയുന്നത് കേരളത്തിൽ. അപ്പോൾ അത് ആ വിഷയം കാർഷിക രംഗത്ത് നമ്മൾ പിന്നോക്കായി എന്നുള്ള ഒരവസ്ഥ, അവസ്ഥ എൻ്റെ ഒരു ചിന്തയെ പലപ്പോഴും സ്വാധീനിച്ച ഒരു ഘടകമാണ്. കാരണം കേരളത്തിൽ ഇങ്ങനെ ഇപ്പോഴും നമ്മളിങ്ങനെ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്, പണ്ടേ നമ്മൾ കാർഷിക വ്യവസ്ഥയിൽ സ്വയം പര്യാപ്തം നേടിയില്ല. പക്ഷെ എങ്കിലും കാർഷിക വ്യവസ്ഥയിൽ ഒരു മുന്നോട്ട് ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് ഒരു ശാസ്ത്ര സാഹിത്യ പക്ഷത്ത് വരെ ഇതിൽ പഠനത്തിൽ മനസ്സിലായത്.
അപ്പോൾ ഈ ആശയം എന്നെ ആദ്യം വേവലാതിപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ റിട്ടയർമെൻറ്റ് മുമ്പ് ഒരു കൂട്ടായ്മ എന്ന സംഘടന രൂപീകരിക്കുകയുണ്ടായി. അതിൻ്റെ രണ്ട് ഉദ്ദേശിച്ചായിരുന്നു. ഒന്നാമതായിട്ട് അത് നമ്മളെ കാർഷിക രംഗത്തെ ഒന്ന് പരിപോഷിപ്പിക്കുക, രണ്ടാമത് പരിസ്ഥിതി സൗഹൃദം നടത്തുക. അങ്ങനെ അതിൻ്റെ ഒരു പരിപാടി ഒരു 2 കൊല്ലത്തോളം ഞാൻ കോഴിക്കോട് ടൗണിൽ അതിൻ്റെ പരിപാടിയായിട്ട് ഞാൻ നടന്നു. അപ്പോൾ അതിനെപ്പറ്റി കേരളകൗമുദി പത്രം ഒരു ലേഖനം എഴുതിയിരുന്നു. അതിൽ പറഞ്ഞു വെച്ചാൽ ഉപഭോഗ സംസ്കാരത്തെ കെട്ടുകെട്ടിക്കാൻ ഭൂസേനയുടെ ഓപ്പറേഷൻ. ഭൂസേന എന്ന് പറഞ്ഞാൽ എൻ്റെ പരിപാടിയെ പറ്റിയാണ് പറഞ്ഞത്. ഭൂസേന എന്ന് പറഞ്ഞാൽ ലോഹിയുടെ രാഷ്ട്രീയ. അപ്പോൾ എത്തിക്കാൻ വന്നത്. പക്ഷേ ഈ ഭൂസേനയെ പറ്റിയിട്ട് നമ്മളെ കമ്മ്യൂണിസ്റ്റ് ദാർശനികനായ EF ശങ്കരൻ നമ്പൂതിരിപ്പാട് ഒരിക്കൽ പറഞ്ഞത്. അത് എത്രയാ സമയം ഏതാ ഡേറ്റ് ഒന്നും എനിക്ക് കൃത്യമായിട്ട് ഉറക്കാൻ കഴിഞ്ഞില്ല. ഞാൻ താളൂർ ചെക്ക് പോസ്റ്റിൽ പണിയെടുത്ത സമയത്താണ് അദ്ദേഹത്തിൻ്റെ ലേഖനം വന്നത്. നമ്മളെ അച്ഛൻ്റെ അനുജൻ ഈ സ്ഥിരമായി കേരളകൗമുദി ഭാഗമായിരുന്നു കൊല്ലാണ്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനത് വായിച്ചത്. അപ്പോൾ അറിഞ്ഞെടുത്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഭൂസേനയെ പറ്റി EF ശങ്കരൻ നമ്പൂതിരിപ്പാട് അതിൽ കാര്യം പറഞ്ഞെങ്ങനെ വെച്ചാൽ EF ശങ്കരൻ നമ്പൂതിരിപ്പാട് ഈ കോസ്റ്റ് വിദ്യാർത്ഥികൾ ഇയാൾ കാണാൻ വന്നായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളോട് ഇയാൾ ഇങ്ങനെ ഈ ഭൂസേനയുടെ ആശയം പങ്കുവെക്കുകയായിരുന്നു. പക്ഷേ വിദ്യാർത്ഥികളുടെ EMS ഭൂസേനയുടെ ആശയം പങ്കെടുത്ത് പറഞ്ഞെങ്കിലും വിദ്യാർത്ഥികളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ വല്ലതെന്ന് ചെയ്തായിട്ട് എൻ്റെ അറിവില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരർത്ഥം ഞാനൊരു 6 തവണയെങ്കിലും എൻ്റെ പ്രവർത്തനങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഭാഗമാക്കിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് ആദ്യമായിട്ട് ഒരു കോതിപ്പാലത്തും നമ്മളെ ഇവിടത്തേക്ക് ഫറൂഖിലെ ഒരു പാലമുണ്ടല്ലോ, ഫറൂഖിലെ അവിടത്തേക്ക് ഒരു ജലയാത്ര സംഘടിച്ചിരുന്നു. അതിൽ ഫറൂഖ് കോളേജിൽ നിന്ന് കുറേ വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. അതല്ലാതെ നമ്മൾ ഇവിടെ പേരാമ്പ്ര ഫാം ഉണ്ടാക്കിയിരുന്നു. ആ ഫാമിൽ ഒരിക്കൽ മുജുകുന്ന് ഗവൺമെൻറ് കോളേജിൽ അൻവർ സാറെ കുറേ വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ അവിടെ ഉണ്ടല്ലോ പേരാമ്പ്ര കോളേജിൽ നിന്ന് ഒരു വനിതാ പേര് ഓർമ്മയില്ല, അവരുടെ നേതൃത്വത്തിൽ കുറേ വിദ്യാർത്ഥികളൊന്നും പങ്കെടുത്തിരുന്നു. അതല്ലാതെ തന്നെ നമ്മൾ ഉജ്ജയിനിൽ നടത്തിയ പരിപാടിയുണ്ട്. അതായത് തിരുവാരാഘോഷമൊക്കെ നടത്തി അതിൽ ഈ നമ്മൾ മലയാളം മേളത്തിൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ കോളേജ് കുട്ടികളൊന്നും പങ്കെടുത്തു. അതുപോലെ തന്നെ ക്രിസ്ത്യൻ കോളേജിലെ കുട്ടികൾ ഒരുങ്ങിയിട്ട് ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പിന്നെ അത് അടുത്ത കാലത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ SN കോളേജ് കൊയിലാണ്ടിയിലെ പരിപാടിയിൽ വിദ്യാർത്ഥികൾ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം എൻ്റെ ഓർമ്മ വരുന്നത് വെച്ചാൽ ഞാൻ ഈ SN കോളേജ് കൊയിലാണ്ടി വിദ്യാർത്ഥികളെ പങ്കെടുത്ത സമയത്ത് വിദ്യാർത്ഥികളോടൊപ്പം തന്നെ കാർഷിക രംഗത്തുള്ള ആൾക്കാർ, അതായത് ഇവിടെ ഗ്രൂപ്പ് ഫാമിങ്ങിലെ കുറേ ആൾക്കാർ അവിടെ കൊയിലാണ്ടി കൃഷി ഓഫീസിലുണ്ട്. 100-100ഓളം ആൾക്കാരുണ്ട്. അവരിതിൽ കൂടെ ബന്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അതായത് ഞാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ ഊർജ്ജം എനർജി ഈ കർഷകർക്ക് പകരുക, കർഷകരുടെ അറിവ് വിദ്യാർത്ഥികൾ പകരുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ കാർഷിക ഓഫീസ് പോയിട്ട് അഗ്രികൾച്ചർ ഓഫീസറെ കണ്ട് സംസാരിച്ചു. അവർ അനുകൂലമായി പറഞ്ഞിരുന്നു. പിന്നെ അവർ പരിപാടിയുടെ സമയത്ത് അവിടെ എത്തിപ്പോയപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ പുറത്തുള്ളൊരു വ്യക്തിയല്ലേ, നിങ്ങളിപ്പോൾ ഒരു പരിപാടി നമ്മൾ ചെയ്താൽ അനുകൂലിച്ചാൽ വേറെ ആൾക്കാർ വന്ന് പറഞ്ഞാലും പരിപാടി നമുക്ക് ചെയ്യേണ്ടി വരില്ല, അത് ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞാൽ എന്നൊരു അഭിപ്രായം പറഞ്ഞു. പക്ഷേ അതിൽ ഞാൻ ആ സമയത്ത് നമുക്ക് കർഷക ഓഫീസ് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു CPIൻ്റെ വകുപ്പായതുകൊണ്ട് CPI സദാനന്ദൻ എന്ന് പറഞ്ഞിട്ട് വാട്ടർ അതോറിറ്റിയിൽ ഒരു പരിപാടി നിന്നൊക്കെയുണ്ട്, എനിക്ക് വരെയുള്ളത്. ഞാൻ ഒന്നിച്ച് പല പുറത്തും നടത്തിയ. അപ്പോൾ അയാളോട് റെക്കമെൻഡ് ചെയ്യുന്നു ഈ ഓഫീസിലേക്ക് വിളിച്ചു പറയാൻ വേണ്ടി. അയാൾ പറഞ്ഞിട്ടില്ലോ എനിക്കറിയില്ല. എന്നിട്ട് കൂടി ഇവരിതിനെ അനുകൂലിച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന ശരിക്കുള്ള കാർഷിക ഓഫീസറുണ്ടല്ലോ, കുറച്ച് ധൈര്യ സമയത്ത് നമ്മൾ വേറെ തെറ്റം ചെയ്യുന്നില്ലല്ലോ, കർഷകരെയും വിദ്യാർത്ഥികളെ ഒന്നിപ്പിക്കാൻ പരിപാടി ചെയ്യുന്നത്. അതിലങ്ങ് ഇടപെടായിരുന്നായിരിക്കും. ഇടപെട്ട് ചിലപ്പോൾ അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും പണിഷ്മെൻറ്റ് നേടാൻ സാധ്യതയൊക്കെ ഉണ്ടായിക്കൂടാക്കില്ല. എന്തായാലും നമ്മൾ ആത്യന്തിക പ്രവർത്തനം നടത്തുന്നുള്ള അഗ്രികൾച്ചർ ഓഫീസർ ആലോചിച്ച് പറഞ്ഞു. അത് ആലോചിച്ചില്ല ആ പരിപാടി. എന്തായാലും അവർ വന്നില്ലെങ്കിൽ പരിപാടികൾ ഞാൻ തന്നെ നടത്തി. അപ്പോൾ അങ്ങനെ ഈ കാർഷിക രംഗത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു പരിപാടി വിദ്യാർത്ഥികൾ അത് EMS ഈ ഭൂസേന എന്ന ആശയത്തിന് യോജിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇപ്പോൾ ഈ അച്യുതാനന്ദൻ പറയാൻ സംബന്ധിച്ച് അച്യുതാനന്ദൻ ആദ്യകാലത്ത് ഈ പറഞ്ഞ വിധത്തിലുള്ള കാർഷിക രംഗത്ത് പോർച്ചെങ്കിലും അത് ഏത് ആവശ്യത്തിനും ലൗഹ്യാശയമായി പറയുകയാണ്, ഏത് ആവശ്യത്തിനും 2 വശമുണ്ട്. ഒന്ന് സാമ്പത്തിക വശവും മറ്റൊന്ന് പൊതുവായ വശവും. ഒരു വിഷയം സാമ്പത്തിക വശം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഗുണം കിട്ടിയെങ്കിലും അത് പൊതുവായിട്ട് സമൂഹത്തിലേക്ക് ഏത് വിധത്തിലാണ് അത് പ്രയോജനപ്പെടുക എന്നൊരു സംഭവമുണ്ട്. ആ സംഭവത്തിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന സമയത്ത് അച്യുതൻ ആദ്യകാലത്ത് ഈ പറഞ്ഞ ഈ കർഷക സംരംഭം കർഷക തൊഴിലാളി മേഖലയിൽ വർക്ക് ചെയ്തെങ്കിലും പിന്നീടുള്ള കാലത്തൊക്കെ ഈ പൊതുവായ ആവശ്യത്തിൻ്റെയാണ് ഈ അച്യുതാനന്ദൻ പ്രവർത്തിച്ചത്. അതായത് സ്ത്രീകളുടെ വിഷയം, അതുപോലെ തന്നെ പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ വയനാട്ടിൽ നമുക്കറിയാലോ ഈ ഇവിടെ വയലുകൾ നികത്തുന്നതിനെതിരായിട്ട് ഇയാൾ വെട്ടി നിരത്തുന്ന പരിപാടി നടത്തിയല്ലോ, അത് കൃഷി പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ വളരെ രീതിയിൽ ആദ്യകാലം കഴിച്ച് പിന്നീടുള്ള കാലങ്ങളിൽ ഇയാൾ ചെയ്തതിന് വേണ്ടി പൊതുലക്ഷ്യത്തിന് വേണ്ടിയാണ്. അത് ആ കാര്യമാണ് പൊതുലക്ഷ്യത്തിന് വേണ്ടി ഇയാൾ പ്രവർത്തിച്ച പല തലത്തിലും പല രൂപത്തിലും ഭാവത്തിലും പ്രവർത്തിച്ചുകൊണ്ടാണ് ജനഹൃദയങ്ങളിൽ വളരെയധികം സ്വാധീനമയാൾക്ക് ഉണ്ടായിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ആ ഒരു വിഷയം, ആ ഒരു കാര്യം ഇനിയും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക, സമൂഹത്തിൽ പൊതുലക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക, ഇതാണ് അച്യുതാനന്ദന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാർ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഞാനിപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കൂട്ടായ്മയിൽ നമ്മളിങ്ങനെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ചില കാര്യം അതൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല DYFIക്കാർക്ക് അതിലേക്ക് വന്നിട്ട് നമ്മളെ അതിപ്പോൾ അങ്ങനെ ആക്റ്റീവ് ഇല്ല.
അത് ആക്റ്റീവ് ആക്കാൻ പറ്റും. ഇങ്ങനെ കൃഷിയിലൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയാണ് ഞാൻ കുറച്ച് എങ്ങനെ അറിയുന്നുണ്ടെങ്കിലേ സ്വമീന്ദ്ര മാഷെ പറ്റി ഞാനൊരു വിടിയില്ല. ഞങ്ങൾ കുറേ നെല്ല് ചെയ്യാൻ പോയ കാര്യം, ഞാറ് നടാൻ പോയ കാര്യം, തക്കാളി കൃഷി പോയ കാര്യമൊക്കെ അതിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇടപെടാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ മറ്റേ ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരിക, അവരെ പ്രവർത്തനം സാധ്യമാക്കുക എന്നുള്ളതാണ് അച്യുതാനന്ദൻ്റെ അനുയായികൾ ഭാവി ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.